morning. സുഖാണോ? അതെ. ഫോർത്തും തേർഡും മൊഡ്യൂളൊക്കെ പഠിച്ച് പഠിക്കുന്നുണ്ടോ? സുഖാണ്. ഇപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് കാണാം സ്ക്രീനില്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആണോ സ്ക്രീനിൽ കിടക്കുന്നത്? ഇല്ല. അഡ്മിറ്റ് ഓക്കെ ആയോ? ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? ക്വാളിറ്റി എന്താണ്? ക്വാളിറ്റിയെ ഡിഫറെന്റ് വേർഡ്സില് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതുപോലെ ക്വാളിറ്റി ഓഫ് കെയർ എന്താണെന്നുള്ളത് നോക്കിയിരുന്നു. കമ്പോണൻസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 9 കമ്പോണൻസ് ഉണ്ട്. എന്ന് പറയാൻ പറ്റുമോ 9 കമ്പോണൻസ്? എന്ന് പറഞ്ഞു നോക്കിയേ. 9 കമ്പോണൻസ് ഏതൊക്കെയാണ്? ഓർമ്മയില്ലേ? നോക്കിയില്ലേ? പഠിച്ചില്ലേ? ഏതൊക്കെയാ? ടെക്നിക്കൽ കോമ്പറ്റൻസ്, ഇക്വിറ്റി, effectiveness, efficiency, safety, continuity, amenities. ഓക്കെ, അത്തരത്തിലുള്ള 9 കമ്പോണൻസ് ആണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അല്ലെ. ഇനി ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പറഞ്ഞായിരുന്നു. ആക്സസ്, എൻട്രി എന്ന് പറഞ്ഞാൽ എന്താ? എൻട്രി എന്താണ്? എൻട്രി എന്തായിരുന്നു? എബിലിറ്റി ആണ്. എബിലിറ്റി ആണ് അല്ലെ. ഒരു ഹെൽത്ത് കെയർ അല്ലെ, ഹെൽത്ത് കെയർ സർവീസസ് നേടാനായിട്ടുള്ള ഒരു വ്യക്തിയുടെ കഴിവ്, അതിനെയാണ് നമ്മൾ എൻട്രി എന്ന് പറയുന്നത് അല്ലെ. പിന്നെ എന്താണ് എൻട്രിയുടെ എന്താണ് ആക്സസിന്റെ ഡിഫറെന്റ് ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. സോറി, എൻട്രിയുടെ ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചിരുന്നു. എന്തൊക്കെയായിരുന്നു? ഡിസ്റ്റൻസ് ആയിരുന്നു, അതുപോലെ തന്നെ എന്താ ഫിനാൻഷ്യൽ അല്ലെ. പിന്നെന്തായിരുന്നു? കൾച്ചറൽ വാല്യൂസ്, ബിലീഫ്. ഓർക്കുന്നുണ്ടാ? ഓക്കെ, ടെക്നിക്കൽ കോമ്പീറ്റൻസ് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇക്വിറ്റി അല്ലെ, സമത്വം എല്ലാവർക്കും അല്ലെ. ഡിസബിൾഡ് പേഴ്സൺ എന്നോ അല്ലെങ്കിൽ പ്രഗ്നന്റ് ലേഡീസ് എന്നോ അഡൽട്ട് അല്ലെങ്കിൽ ഓൾഡ് പീപ്പിൾ എന്നോ ഇല്ലാതെ എല്ലാവർക്കും നമ്മൾ എന്ത് കൊടുക്കണം? ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു രീതിയിൽ അല്ലെ. വില്ലേജ് ആയിക്കോട്ടെ, ടൗൺ ആയിക്കോട്ടെ, സിറ്റീസ് ആയിക്കോട്ടെ, എല്ലാവർക്കും തുല്യമായിട്ടുള്ള സമത്വമായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാം. ഇത്തരം വരെയാണ് നമ്മുടെ ഇക്വിറ്റി വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നെക്സ്റ്റ് ആണ് ഇഫക്റ്റീവ്നെസ്. എന്താണ് ഇഫക്റ്റീവ്നെസിന്റെ മീനിങ്? എന്താണ് ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താ മീനിങ്?
ഫലപ്രാപ്തി. അറിയാത്തവർ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ഫലപ്രാപ്തി നോക്കാം. They are interested in the type of care that generate positive change in the patient's health or quality of life. We therefore provide treatment that are known to be fruitful. For example, giving a child with diarrhea or rehydrations are the ORs. എന്താ പറയുന്നത്? ഈ ഫലപ്രാപ്തി അല്ലെങ്കിൽ ഇഫക്റ്റീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ വരുന്ന പേഷ്യൻസിന്, ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ ആ ഹെൽത്തിന് ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ നല്ല പെരുമാറ്റത്തോട് കൂടിയിട്ടാണോ അവരുടെ ലൈഫ് പോകുന്നത്. ഓക്കെ, അങ്ങനെ ഇതൊരു സർവീസ്, അങ്ങനെയുള്ള ഒരു സർവീസ് ആവണം നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ കണ്ടീഷൻ മോശമായി പോവുകയാണെങ്കിൽ അവിടെ കൊടുക്കുന്ന കെയർ അത്ര നല്ലതല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലെ. ഇനി അഥവാ നമ്മൾ എന്താണ് ബാഡ് കണ്ടീഷനുകൾ കൊടുക്കുന്നത്, ആൾക്ക് പിന്നീട് ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഫലപ്രാപ്തി ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ടീഷൻ നല്ല ബെറ്റർ ആകുന്നുണ്ട് അല്ലെ. അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട് ഓരോ ഹോസ്പിറ്റലിലും ആളുകൾക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇല്ലേ. പല ആളുകളും കണ്ടീഷൻ മോശമായിട്ട്, രോഗിയെ കൊണ്ടുവന്നിട്ട് കണ്ടീഷൻ മോശമായിട്ട് മറ്റു പല ഹോസ്പിറ്റലിലേക്ക് ഡിസ്ചാർജ് ഒക്കെ ചെയ്തിട്ട് കൊണ്ടുപോകാറുണ്ട് ഇല്ലേ. ഇവിടെ എന്താണ്, ഇവിടെ കൊടുക്കുന്ന മരുന്നുകൾക്ക് കാര്യങ്ങൾക്കൊക്കെ എന്താണ് അസുഖം കൂടുകയാണ് ചെയ്യുന്നത്, കുറയുന്നില്ല. അതൊക്കെ പറഞ്ഞിട്ട് പല സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാവാം നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ പലരും ഫേസ് ചെയ്ത് പറയുന്നത് കേട്ടിട്ടുണ്ടാവാം അല്ലെ ഇല്ലേ. അപ്പൊ അങ്ങനെ എന്താണ് ഇവിടെ ഫലപ്രാപ്തി ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോ അദ്ദേഹത്തിന് നല്ല നിലവാരത്തോട് കൂടിയിട്ടാണോ, അല്ലെങ്കിൽ ബെറ്റർ ഹെൽത്ത് ആയിട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ ബെറ്റർ ഹെൽത്ത് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെയാണ് ഇതിനെ ഉദ്ദേശിക്കുന്നത് അവിടെ. ഓക്കെ, മനസ്സിലായോ? ഒരു രോഗി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, ഡയഗ്നോസിസ് ചെയ്തു, അപ്പൊ രോഗനിർണയം നടത്തി, എന്ത് രോഗമാണെന്ന് കണ്ടെത്തി അതിനുള്ള ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. പിന്നെ കണ്ടീഷൻ വന്നപ്പോൾ വളരെ ബാഡ് ആയിരുന്നു, പിന്നീട് നമ്മുടെ ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ടീഷൻ വളരെ എഫക്റ്റീവ് ആയിട്ട് നല്ല ഫലപ്രാപ്തി വരുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുക്കുന്ന, ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അദ്ദേഹത്തിന്റെ ആയാലും മറ്റു പല ആൾക്കാർക്കായാലും നമുക്ക് ഉള്ളിൽ തോന്നാറുണ്ട് അല്ലെ, ബെറ്റർ ആവുന്നുണ്ട്, നല്ല രീതിയിൽ കെയർ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് അവർ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ. അതാണ് ഫലപ്രാപ്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി അതിന്റെ ഒരു എന്താ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ORS കേട്ടിട്ടുണ്ടാവും അല്ലെ. ഡയറിയ എന്താ ഡയറിയ എന്താണ്? എന്താ ഡയറിയ? വയറിളക്കം അല്ലെ. ഒരു കുട്ടിക്ക് ഡയറിയ വന്നു, ആ ഡയറിയ വന്നപ്പോ ചെയ്തു ORS. നമുക്കും ഈ ഹെൽത്ത് സെന്റേഴ്സിൽ നിന്നൊക്കെ കൊണ്ടുവരാറുണ്ട് അല്ലെ. ഈ ആശാ വർക്കേഴ്സ് ഒക്കെ ORSന്റെ ഒരു പാക്കറ്റ് നമുക്ക് തരാറില്ലേ? നിങ്ങൾക്ക് കിട്ടിയില്ലേ? കിട്ടാറില്ലേ? കിട്ടാറുണ്ട് അല്ലെ. ഹെൽത്തിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് അല്ലെ, ആശാ വർക്കേഴ്സ് ഒക്കെ വന്നിട്ട് ഈ ടൈം ഇപ്പൊ വയറിളക്കമൊക്കെ പടർന്നു പിടിക്കുന്ന ടൈമൊക്കെ ആകുമ്പോ അവര് ചെയ്യാറുണ്ട്. മഴക്കാലം ആകുമ്പോ ORS നമുക്ക് ഇങ്ങനെ കലക്കിയിട്ട്, വെള്ളത്തിൽ കലക്കിയിട്ട്, പുളി അതൊക്കെ ആയിരിക്കും അല്ലെ, ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ തരാറുണ്ട് നമുക്ക്. അപ്പൊ ഡയറിയ വന്ന കുട്ടിക്ക് കലക്കി കൊടുത്തു അല്ലെ, അങ്ങനെയുള്ള മെഡിസിൻ കൊടുത്തപ്പോ എന്താണ് അത് കുറഞ്ഞു, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ആ കുട്ടിക്ക് കൊടുക്കുന്നത്. അതാണ് ഫലപ്രാപ്തി ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ആ ORSന്റെ അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച് എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. ORS എന്ന് പറഞ്ഞാല് ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട്.
ഇനി എഫിഷ്യൻസി നോക്കാം. എന്താണ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാല്? മീനിങ് എന്താ മീനിങ് എഫിഷ്യൻസി? കാര്യക്ഷമത. അറിയാത്തവര് എഴുതി വെക്കാം. എഫിഷ്യൻസി മീൻസ് കാര്യക്ഷമത. Efficiency is the provision of high quality air at the least possible cost. എന്താണ് ഈ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈൻ ചെയ്ത് വെക്കാം. എന്താണ്? Efficiency is a provision of high quality air at the least possible cost. എന്താ പറയുന്നത്? കുറഞ്ഞ ചെലവില് ഉയർന്ന നിലവാരമുള്ള പരിചരണം കൊടുക്കണം. എന്താണ്? അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ അല്ലെ, കുറഞ്ഞ ചെലവില് ഉയർന്ന നിലവാരമുള്ള പരിചരണം കൊടുക്കണം. അതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. We are expected to make the best use of resources and avoid the waste of meager resources. മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തുച്ഛമായ, കുറഞ്ഞ അല്ലെങ്കിൽ തുച്ഛമായ. അപ്പൊ എന്ത് ചെയ്യണം? ബെസ്റ്റ് യൂസ് ഓഫ് റിസോഴ്സസ് അല്ലെ. വി ആർ എക്സ്പെക്ടഡ് ടു മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് റിസോഴ്സസ്. അവിടെ ഇപ്പോൾ എന്താണ്? ഒരു തുച്ഛമായിട്ടുള്ള അളവില്, ഒരു കുറഞ്ഞ അളവിലാണ് റിസോഴ്സുകൾ ഉള്ളതെങ്കിലും എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് നമ്മള് തുച്ഛമായ രീതിയിലാണ് അത് യൂസ് ചെയ്തുകൊണ്ട് ഒട്ടും പാഴാക്കാത്ത രീതിയിൽ. എന്താണ്? നമ്മുടെ കയ്യിൽ കുറഞ്ഞ അളവിൽ റിസോഴ്സസുകൾ ഉള്ളൂ. അപ്പൊ അതെന്താണ്? ഒട്ടും വേസ്റ്റ് ആക്കാത്ത രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. വേസ്റ്റ് വരാത്ത രീതിയിൽ തുച്ഛമായ അളവിലാണ് നമ്മുടെ റിസോഴ്സസ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അത് വെച്ചിട്ട് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, തുച്ഛമായ അളവിലാണ് റിസോഴ്സസുകൾ ഉള്ളതെങ്കിൽ അതൊട്ടും പാഴാക്കാതെ തന്നെ ആ റിസോഴ്സസുകൾ ഉപയോഗിച്ചുകൊണ്ട് ബെസ്റ്റ് ട്രീറ്റ്മെന്റുകൾ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യാം. Waste resources by prescribing unwanted drugs, stocking more drugs than is needed, and making them expire by buying supplies and equipments we do not use. What happens when we stock more drugs than is needed? ഇനി എന്താണ്? ആവശ്യത്തിലധികം നമ്മൾ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും ഇവിടെ പറയുന്നത് എന്താണ്? വേസ്റ്റ് റിസോഴ്സസ് ബൈ പ്രിസ്ക്രൈബിങ് അൺവാണ്ടഡ് ഡ്രഗ്സ്. അതൊക്കെ എന്താണ്? വേസ്റ്റിലോട്ട് പോകും അല്ലെ. എന്താണ്? പ്രിസ്ക്രൈബ് ചെയ്തത് വേണ്ടാത്ത ഡ്രഗ്സ്, അൺവാണ്ടഡ് ആയിട്ടുള്ള ഡ്രഗ്സ് ആണെങ്കിൽ അല്ലെ, ആവശ്യം അല്ലാത്ത രീതിയിലുള്ള ഡ്രഗ്സ് ആണ് പ്രിസ്ക്രൈബ് ചെയ്തതെങ്കിലോ, പ്രിസ്ക്രൈബ് ചെയ്യുന്നതിലൂടെ വേസ്റ്റുകൾ വരാം. പിന്നെ എന്താ? stocking more drugs than is needed and making them expire by buying supplies and equipment. അതുപോലെ തന്നെ കുറഞ്ഞ സ്റ്റോക്കുകള് ചെയ്തിട്ട് വെക്കുന്നതിലൂടെ എന്താണ്? കുറച്ച് സ്റ്റോക്ക് ചെയ്തിട്ട് നമ്മൾ വെക്കുന്നതിലൂടെ എന്താണ്? അത് ചിലപ്പോ എക്സ്പയറി ആവാൻ സാധ്യതയുണ്ട് അല്ലെ. സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോൾ അത് ഡേറ്റ് കഴിയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വേസ്റ്റുകള് പിന്നീട് അതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മള് സപ്ലൈസ് ആയാലും എക്യുപ്മെന്റ്സ് ആയാലും ഇങ്ങനെ കൂടുതൽ വാങ്ങി വെക്കുന്നതിലൂടെ പല വേസ്റ്റുകൾ വരാം. പിന്നെ നമ്മളിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതിലൂടെ അത് എക്സ്പയറി സംഭവിക്കുന്നുണ്ട്. അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ ഈ റിസോഴ്സസുകളൊക്കെ വേസ്റ്റിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ആവശ്യത്തിലധികം മരുന്നുകൾ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോൾ വേസ്റ്റുകൾ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതിന്റെ കാരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിലധികം ആവശ്യമില്ലാത്ത ഡ്രഗ്സുകള് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിലൂടെ വേണ്ട ആവശ്യമില്ല, പിന്നെ അത് പ്രിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിലൂടെ വേസ്റ്റുകൾ സംഭവിക്കാം. അതുപോലെ തന്നെ എന്താണ്? കുറെ സ്റ്റോക്കുകൾ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ്പയറി ആയിട്ട് പോവാല്ലേ. ചിലപ്പോ അത് എന്താണ്? പേഷ്യൻസിന് ആവശ്യമായിട്ട് വരുന്നുണ്ടാവില്ല. അപ്പൊ എന്താണ്? അങ്ങനെ സ്റ്റോക്ക് ആയിട്ട് ഇരുന്ന് ലാസ്റ്റ് എക്സ്പയറിയിലോട്ട് പോവാം. പിന്നെ അതുപോലെ തന്നെ എന്താണ്? എപ്പോഴും യൂസ് ചെയ്ത സപ്ലൈസ് നമ്മളിങ്ങനെ വാങ്ങിച്ചിട്ട് അല്ലെ
വെക്കുന്നതിലൂടെ എക്സ്പയറി ഡേറ്റ് കഴിയാം, അല്ലെങ്കിൽ കൂടുതൽ സ്റ്റോക്ക് ഒക്കെ ചെയ്യുന്നതിലൂടെ അത് നശിച്ചു പോകാം, ഡേറ്റ് കഴിയാം, അല്ലെ, ഡേറ്റഡ് ആവാം, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. മെറ്റീരിയൽസ് ആയാലും സപ്ലൈസ് ആയാലും ഇങ്ങനെയുള്ള മെഡിസിൻസ് കാര്യങ്ങൾ ഡ്രഗ്സുകളൊക്കെ ആയാലും കുറെ വേസ്റ്റുകൾ സംഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ കൂടുതല് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതിലൂടെ പല വേസ്റ്റുകളും സംഭവിക്കാം. അപ്പൊ എന്ത് ചെയ്യണം? ആവശ്യത്തിന് മാത്രം, അല്ലെ, ഇങ്ങനെ നമ്മുടെ കയ്യിൽ ചിലപ്പോ എന്താണ് അത്ര കണ്ട് റിസോഴ്സ് എന്താണ് കുറച്ച് നമ്മൾ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റിസോഴ്സസുകൾ കുറവ് ഉള്ളൂ എങ്കിൽ അതനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അത് എടുത്തുകൊണ്ട് തുച്ഛമായ അളവിലാണ് റിസോഴ്സസുകൾ ഉള്ളതെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ജനങ്ങൾക്ക് കെയർ കൊടുക്കാനായിട്ട് തയ്യാറാകണം. ഇനി ആവശ്യത്തിലധികം സ്റ്റോക്കുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ സംഭവിക്കാം? ആവശ്യത്തിലധികം മരുന്നുകൾ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു? അൺവാണ്ടഡ് ആയിട്ടുള്ള ആവശ്യമില്ലാത്ത ഡ്രഗ്സുകൾ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിലൂടെ വേസ്റ്റുകൾ വരാം. അതുപോലെ കുറേയധികം സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതിലൂടെ എക്സ്പയറി ഡേറ്റ് കഴിയും, അങ്ങനെ വേസ്റ്റുകൾ വരാം. അതുപോലെ തന്നെ എപ്പോഴും യൂസ് ചെയ്യാത്ത നമ്മൾ യൂസ് ചെയ്യാത്ത ഡ്രഗ്സുകൾ, നോട്ട് യൂസ് എന്താണ് എക്യുപ്മെന്റ്സ് ആയാലും സപ്ലൈസ് ആയാലും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്തതൊക്കെ ആണെങ്കിൽ അത് വാങ്ങി വെക്കുന്നതിലൂടെയും നമുക്ക് പിന്നെയും എന്താണ് അങ്ങനെ എക്സ്പയറി ഡേറ്റ് കഴിയാം, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നില്ല എങ്കിൽ അത് വേസ്റ്റ് ആയിട്ട് പോവാം, അല്ലെ, അതൊക്കെ സംഭവിക്കാം എന്നാണ് പറയുന്നത്. അപ്പോ റിസോഴ്സസുകൾ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യാം, വേസ്റ്റ് വരാത്ത രീതിയിൽ. അതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പൊ കാര്യക്ഷമത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്യാം. എന്താണ്? efficiency is the provision of a high quality care at least possible cost. കുറഞ്ഞ അളവിൽ ഉയർന്ന നിലവാരമുള്ള പരിചരണം വായിച്ചു നോക്കിയേ. 2 പോയിന്റ് വായിച്ചു നോക്കാം കേട്ടോ. നെക്സ്റ്റ് നോക്കാം കേട്ടോ. കണ്ടിന്യൂറ്റി. Continuity implies that the client receiving the full range of health services he or she needs, and that when the case is beyond us, we refer him or her to right level for further care. എന്താ പറയുന്നത്? കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ ഒരു പേഷ്യൻസിനെ
എയ്ഡ്സ് അനുസരിച്ചുകൊണ്ട് ആരോഗ്യ സർവീസുകൾ അല്ലെ, ആരോഗ്യ സേവനങ്ങള് ഫുൾ റേഞ്ചില് കൊടുക്കണം. ഓക്കെ, ഇപ്പൊ പകുതി വെച്ച് ചിലപ്പോ നമ്മൾ അത് നിർത്തിക്കളഞ്ഞിട്ടില്ല, സേവനങ്ങൾ നിർത്തിക്കളയാനായിട്ട് പറ്റില്ല അല്ലെ. ഇത് പൂർണ്ണമായിട്ടും അത് കംപ്ലീറ്റ് ആകുന്നത് വരെ അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാലേ അദ്ദേഹത്തിന് ബെറ്റർ ഹെൽത്ത് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉള്ളൂ. ഒരു രോഗി ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു രോഗി ഇപ്പൊ ചിലപ്പോ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയായിട്ട് കാണുന്ന ഒരു ഡോക്ടർ ഉണ്ടാവും, കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നത്. പിന്നീട് 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ ചെയ്തതായിരിക്കും പറയുന്നത് ഡോക്ടർ മാറുന്നില്ല. അപ്പൊ എന്താണ് അവിടെ ആ കണ്ടിന്യൂറ്റി അവിടെ സ്റ്റോപ്പ് ആയി പോകുന്നുണ്ട് അല്ലെ, മരുന്നും കാര്യങ്ങളും. പിന്നീട് വേറൊരു ഡോക്ടർ വരുമ്പോ പിന്നീട് അദ്ദേഹത്തിന്റെ മരുന്നിലോട്ട് മാറേണ്ടതായിട്ട് വരും ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടുകളാണ്. ഇപ്പോഴും രോഗികൾക്ക് കൊടുക്കേണ്ടത് എങ്ങനെയാണ്, പൂർണ്ണമായിട്ടുള്ള കെയർ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പകുതി വെച്ച് നിർത്തി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെ അത് പൂർണ്ണമാകാതെ നമുക്ക് നിലച്ചു പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ രോഗികൾക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ എന്താ, കണ്ടിന്യൂറ്റി may be attained by the patient seeing the same primary health care worker or by keeping exact health records so that another staff can have sufficient information to follow up the patient. അതുപോലെ തന്നെ എന്താ ഇവിടെ പറയുന്നത്, ഇപ്പോ ചില കേസസുകളിലൊക്കെ എന്താണ് ഈ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒന്നും ഇല്ല എന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെല്ലുമ്പോഴായിരിക്കും പറയുന്നത്, ഈ രോഗി ഇവിടെ കിടത്താൻ പറ്റില്ല, ചാക്കാൻ പറ്റില്ല, അതുപോലെ ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയും അല്ലെ. അപ്പൊ എന്താണ് നമ്മള് വേറൊരു എന്താണ് റെഫറൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ വേറൊരിടത്തേക്ക് കൊണ്ടുപോകാറുണ്ട് അല്ലെ, റെഫർ ചെയ്യാറ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ പോകുന്ന ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ പോകുമ്പോ പനിക്ക് വേറെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ചുമ വരുമ്പോ വേറെ ഹോസ്പിറ്റലാണ് പോകുന്നത്, ആണോ? അങ്ങനെയാണ് പോകാറ്? ഇല്ല, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ വീടിനടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെയാണ് സ്ഥിരം കാണിക്കുന്നതെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ അവിടെ തന്നെയാണ് അല്ലെ. ഏതൊരു ചെറിയ രോഗമാവാം വലിയ രോഗം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ കാണിക്കും. പിന്നീട് അവിടെ പറ്റില്ല എന്ന് അല്ലെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് ഡോക്ടർ ചിലപ്പോൾ റെഫർ ചെയ്ത് തരാറുണ്ട്, ഇന്ന ഡോക്ടറെ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ടല്ലേ. ഏതൊരു ചെറിയ രോഗം വന്നാലും അല്ലെങ്കിൽ വലിയ രോഗം വന്നാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കുന്ന ഡോക്ടറെ. ഇപ്പൊ മോൾക്ക് നമ്മളെല്ലാവരും അമ്മമാരാണെങ്കിൽ അപ്പൊ ഒരു കുഞ്ഞുങ്ങൾക്ക് നമ്മള് സ്ഥിരം കാണിക്കുന്ന ഡോക്ടറെ തന്നെയാണ് നമ്മൾ കാണിക്കാറല്ലേ, ഇല്ലേ? ചിലവര് പറയാറുണ്ട് ഇപ്പൊ പനി വന്നാലും ജലദോഷം വന്നാലും പനിയായി വീട്ടിൽ നമ്മള് കൊണ്ടുപോകുന്ന സമയത്ത് നല്ല പനിയായിരിക്കും, അതിനുശേഷം ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ആ വീടെത്തുമ്പോഴത്തേക്കും പനി മാറുന്ന ഒരു അവസ്ഥ വരാറുണ്ടല്ലേ കുഞ്ഞുങ്ങൾക്ക്. ആ ഡോക്ടറെ കണ്ടാൽ മതി, മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പനി മാറും അല്ലെ. അപ്പൊ ചിലപ്പോ വേറെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗിലേക്ക് വരും അല്ലെ. അപ്പൊ അങ്ങനെ ചിലവർ പറയാറുണ്ട്, ഡോക്ടറെ ഒന്ന് കണ്ടാൽ മതി, അപ്പൊ ഡോക്ടറെ ഇടയ്ക്കിടയ്ക്ക് കാണണം, കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ സ്ഥിരം കാണിക്കുന്ന ഡോക്ടറെ തന്നെയാണ് നമ്മൾ കാണിക്കുക. ഓക്കെ, അപ്പൊ എന്താണ് അങ്ങനെ സ്ഥിരം കാണിക്കുന്ന ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ നമ്മളെ കണ്ടീഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ മരുന്നുകൾ തരുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ ചിലപ്പോ അലർജീസ് ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ആ ഡോക്ടർക്ക് അറിയാൻ പറ്റും അല്ലെ. കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കുന്ന ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ എല്ലാ രോഗത്തെയും കുറിച്ച് നമുക്ക് അല്ലെങ്കിൽ ഏതൊക്കെ മെഡിസിനുകളാണ് തരുന്നത്, എന്തൊക്കെ രോഗങ്ങളാണ് ഉള്ളത് പേഷ്യൻസിന്, എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് ആ ഡോക്ടേഴ്സിനെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് നല്ല രീതിയിൽ ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നൽകാനായിട്ട് ചെറിയ വലിയ രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടറുടെ അടുത്ത് പോകും നമ്മളെ ട്രീറ്റ്മെന്റ് നമ്മൾ ആ ഡോക്ടറുടെ അടുത്തായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടാനായിട്ട് ഇടവരുന്നുണ്ട്. ഹെൽത്ത് റെക്കോർഡ്, ഹെൽത്ത് കെയർ എന്താണ് ഹെൽത്ത് ഹോസ്പിറ്റലിൽ റെക്കോർഡ് ഉള്ളതാണെങ്കിൽ ഇപ്പോ എന്താണ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വരുന്ന ഡോക്ടേഴ്സിനൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നഴ്സുമാരാവാം, അവർക്ക് ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഡേ ഡ്യൂട്ടി ഉണ്ടാവും, അതുപോലെ തന്നെ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും. അപ്പൊ ഡേയിൽ നിൽക്കുന്ന നഴ്സുമാർ ഹെൽത്ത് റെക്കോർഡിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റ് വരുന്ന നഴ്സുമാർക്ക് അത് ഫോളോ ചെയ്തിട്ട് മറ്റുള്ള ട്രീറ്റ്മെന്റുകൾ നൽകാനായിട്ട് ഇടവരുന്നുണ്ട്. ഓക്കെ, അതും ഒരു കണ്ടിന്യൂറ്റി അല്ലെ.
നമ്മൾ സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേഷനിലൊക്കെ പഠിച്ചിരുന്നു അല്ലെ. ഇപ്പൊ 9th സൂപ്പർവൈസർ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റെക്കോർഡ് നമ്മൾ കൈമാറണം എന്നുള്ളത് ഓർക്കുന്നുണ്ട്. അതുപോലെ അറിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ റെക്കോർഡ് നമ്മുടെ ഡേ എത്രയാണ് മരുന്നുകൾ കൊടുത്തിരിക്കുന്നത്, എത്ര ഡോസിലാണ്, എത്ര തരം കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് അവർ എടുത്ത് വെക്കും ആ റിപ്പോർട്ടിൽ. വരുന്ന നഴ്സുമാരൊക്കെ അത് കണ്ട് മനസ്സിലാക്കി ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് അതൊക്കെ എന്താണ് കണ്ടിന്യൂറ്റി ട്രീറ്റ്മെന്റിൽ വരുന്നതാണ്. മനസ്സിലായോ? അതാണ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. കുട്ടികൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫുൾ റേഞ്ചിൽ കൊടുക്കണം. അത് എന്താണ്, അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തുടർച്ചയായിട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ആ രോഗിയുടെ രോഗം മാറുന്നത് വരെ, ബെറ്റർ ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് മാറുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് നിർത്താനായിട്ട് പറയുന്നത്. നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വളരെ ബുദ്ധിമുട്ടാണ്. ചില ഹോസ്പിറ്റലിലൊക്കെ ചേഞ്ച് ആക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മള് ഡിസ്ചാർജ് ആയിട്ട് മറ്റു ഹോസ്പിറ്റലിലൊക്കെ പോകാറുണ്ട്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പുതിയൊരു ട്രീറ്റ്മെന്റ് ആണ് അവർ ചെയ്യുന്നത് അല്ലെ. ടെസ്റ്റില് ഹോസ്പിറ്റലിൽ ചെയ്തിട്ടുണ്ടാകും, പിന്നെ മറ്റു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോ അവിടെ അവരുടേതായിട്ടുള്ള ടെസ്റ്റും കാര്യങ്ങളും, അപ്പൊ നമുക്ക് നല്ല കോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതാണ് പറയുന്നത്, നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന നല്ല രീതിയിൽ നമ്മുടെ ഹെൽത്ത് കെയർ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുകയും വേണം. കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ റേഞ്ചിൽ അവർക്ക് കൊടുക്കുകയും വേണം. ഇനി safety is that then providing health services. We reduce to minimum injuries, infections, harmful and other dangerous to clients and to staff. When providing quality care, we should not the patient's life at risk. Example, we should not give insecure blood to patient and thereby infect them with the HIV/AIDS. അപ്പൊ എന്താണ് സേഫ്റ്റി എന്ന് പറഞ്ഞാല് സുരക്ഷ അല്ലെ. സുരക്ഷയോട് കൂടിയിട്ട് വേണം ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. സേഫ്റ്റി അല്ലെ, ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മള് മിനിമം സേഫ്റ്റിയോട് കൂടിയിട്ട് സുരക്ഷയോട് കൂടിയിട്ട് ആളുകൾക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻജുറീസ് കുറയ്ക്കാൻ പറ്റും, ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഹാർംഫുൾ ഇഫക്റ്റ് അല്ലെ, അനന്തരഫലങ്ങൾ കുറവായി, സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഏതൊരു ഡേഞ്ചറസ് അപകടത്തിലും അതുപോലെ തന്നെ അപകടങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സ്റ്റാഫിനായാലും പേഷ്യൻസിനായാലും അപകടങ്ങൾ കുറയ്ക്കാനായിട്ട് ഇടവരുന്നുണ്ട്. ഇങ്ങനെ സുരക്ഷയോട് കൂടിയിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ബെറ്റർ ഹെൽത്ത് വരാനായിട്ടും ഇഞ്ചുറീസ് കുറയ്ക്കാൻ പറ്റും, ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അവിടുത്തെ സ്റ്റാഫിനായാലും ക്ലയൻസിനായാലും ഡേഞ്ചറസ് അപകടങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സേഫ്റ്റിയോട് സുരക്ഷിതമായിട്ട് ഹെൽത്ത് കെയർ കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, പ്രൊവൈഡിങ് quality care, we should not put the patient's life at risk. Example, okay, we should not give insecure blood to patients are thereby infected them with the HIV/AIDS. അപ്പൊ എന്താ ഇതിൽ പറയുന്നത്, നമ്മള് ഈ പേഷ്യൻസിന് കൊടുക്കുന്ന ഈ ബ്ലഡ് ഇൻസെക്യൂർ ആയിട്ടുള്ള ബ്ലഡ് ആണെങ്കിൽ എന്ത് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്, HIV/AIDS വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത് അല്ലെ. നമ്മുടെ പേഷ്യൻസിന് കൊടുക്കുമ്പോ നമ്മുടെ ബ്ലഡ് ബാങ്കിലൊക്കെ പഠിച്ചതാണ് അല്ലെ, പേഷ്യൻസിന് പല ബ്ലഡുകൾ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ. അങ്ങനെ ബ്ലഡുകൾ കൊടുത്തു വരുമ്പോ കറക്റ്റ് ആയിട്ട് നമ്മള് സെക്യൂർ ആണോ എന്ന് നോക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്. ഇൻസെക്യൂർ ആയിട്ടുള്ള ബ്ലഡുകൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് വരാനുള്ള സാധ്യതകളുണ്ട്, HIV/AIDS വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ഓക്കെ ആണോ? കേട്ടോ.
നെക്സ്റ്റ് നോക്കിയാലോ. നെക്സ്റ്റ് 8th component ആണ് interpersonal relations. It refers to the relationship between us and our clients and communities between health managers and their staff. Please show respect to your clients. എന്താണ് the relationship between us എന്ന് പറയുന്നതിന്റെ സ്ഥാപനമായിട്ടാണ് കണക്കാക്കുന്നത്. പറഞ്ഞാൽ സ്ഥാപനം, ഓർഗനൈസേഷൻ. അപ്പോ ആരൊക്കെ തമ്മിൽ റിലേഷൻഷിപ്പ് വേണം എന്നാ പറയുന്നത്? ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം അല്ലെ. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരാണ്, ഹോസ്പിറ്റലായിക്കോട്ടെ, സ്കൂളുകളായിക്കോട്ടെ, മറ്റു പല ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ, അവിടെയുള്ള നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവിടെയുള്ള സ്റ്റാഫുകൾ തമ്മിൽ നമ്മൾ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത് ആവശ്യമാണ് അല്ലെ. അതുപോലെ തന്നെയാണ് സ്ഥാപനവും അവിടുത്തെ ക്ലയൻസും കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ ഹെൽത്ത് മാനേജേഴ്സും അവിടുത്തെ സ്റ്റാഫുകൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഷോ റെസ്പെക്ട് അവർ ക്ലയൻസ്. നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ ക്ലയൻസിനെ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സ്ഥാപനത്തിൽ, ഏതൊരു സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാലും അവർ ചോദിക്കാറില്ലേ സാറിന് എന്ത് വേണം അല്ലെ. അതൊക്കെ ഒരു ബഹുമാനമാണ്. അതുപോലെ തന്നെയാണ് നമ്മള് ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യാം? റെസ്പെക്ട് കൊടുക്കുക. ായിട്ട് അപ്പൊ തന്നെ അവർക്ക് എന്ത് കിട്ടും? ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവും അല്ലെ. അല്ലെങ്കിൽ തനിക്ക് എന്താ വേണ്ടേ, എന്താ തോന്നേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതൊരു എന്താ മിസ്ബിഹേവിയർ ആണ് അല്ലെ. അപ്പൊ തോന്നും അല്ലെ. അപ്പൊ അങ്ങനെയൊരു രീതിയിൽ നമ്മൾ പെരുമാറാനായിട്ട് പാടില്ല. നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. നോട്ട് ബി റൂഡ് അല്ലെ. റൂഡ് എന്താണ്? റൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷൗട്ട് ചെയ്യാനായിട്ട് പാടില്ല, പരോക്ഷമായിട്ട് സംസാരിക്കാനായിട്ട് പാടില്ല അല്ലെ. ഒരു ഷൗട്ട് അല്ലെ, ഷൗട്ട് ചെയ്യാൻ പാടില്ല. നോട്ട് റിവീൽ ഇൻഫർമേഷൻ വി ഗെറ്റ് ഫ്രോം പേഷ്യന്റ് ടു അതർ പീപ്പിൾസ്. എന്താണ്? നല്ല രീതിയിൽ നമ്മൾ ചില പേഷ്യൻസിന്റെ വിവരങ്ങളൊക്കെ നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ട്, അപ്പൊ അതൊന്നും മറ്റുള്ളവരോട് പറയാതെ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി എന്താ? This will rise to good relations and trust between the client or community and us. അപ്പോ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ പേഷ്യൻസിന് എന്താണ്? നല്ലൊരു റിലേഷൻഷിപ്പും അവർക്ക് നമ്മുടെ ഹോസ്പിറ്റലിനോട് നല്ലൊരു വിശ്വാസവും തോന്നാനായിട്ട് കേട്ടിട്ടുണ്ട്. ക്ലയൻസ് റിഗാർഡ് interpersonal relationship as an important feature of a quality of care. എന്താണ്? നല്ലൊരു ക്വാളിറ്റി ഓഫ് കെയർ അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ. നമ്മൾ എല്ലാവരും കൂടി ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. ക്ലയന്റ്, കമ്മ്യൂണിറ്റീസ്, അതുപോലെ തന്നെ സ്റ്റാഫ്, അങ്ങനെ എല്ലാവരും കൂടി ചേർന്നുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാല് പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വീണ്ടും വീണ്ടും വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് ആണ് എമ്യൂണിറ്റി. ലാസ്റ്റ് കമ്പോണന്റ് ആണ് എമ്യൂണിറ്റി. These are features that can be given by our health facilities to make the life smooth and pleasant for clients. അപ്പൊ എന്താണ്? നല്ലൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കൊടുക്കുക,
അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു പേഷ്യന്റിന്റെ ഒരു എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നല്ലൊരു ഫെസിലിറ്റീസ് കൊടുക്കുന്നത്? ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് ഇങ്ങനെ ഒരു നല്ല രീതിയിലുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ലൈഫ് സുഖകരമാകാനായിട്ടും സുഗമമാകാനായിട്ടും സാധിക്കുന്നുണ്ട് അല്ലെ? നല്ലൊരു റിലേഷൻഷിപ്പ് ആയാലും നല്ലൊരു രീതിയിൽ നമുക്ക് ഒരു കംഫർട്ടബിൾ ഫീൽ ഉണ്ട് അല്ലെ? നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ they contributed to clients contentment എന്ന് പറഞ്ഞാൽ എന്താണ്? സംതൃപ്തി. Clients contentment and make clients ready to use our services. For example, comfortable seat, television seats, music, education materials, educative video films, etc. and OPD and band. ഇവിടെ പറയുന്നത് നല്ല രീതിയിലുള്ള ഒരു ഫെസിലിറ്റീസും കാര്യങ്ങളും കൊടുക്കുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ കസ്റ്റമേഴ്സിന് സംതൃപ്തി വരും, പേഷ്യന്റിന് സംതൃപ്തി വരും, പിന്നെ ആ ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട് അവരെ ഇടവരുന്നുണ്ട്. ഫെസിലിറ്റീസിന്റെ എക്സാമ്പിൾ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്താണ്? കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് ഉണ്ടാവും, ടെലിവിഷൻ സെറ്റ്, മ്യൂസിക്സ് അല്ലെ? നമ്മളിപ്പോ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ചില ഹോസ്പിറ്റലിൽ അല്ലെ ഇപ്പൊ ടെലിവിഷൻ കാണാം, ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് നമ്മുടെ നമ്പർ വരാനായിട്ട് കൂടുതൽ ടൈം ഒക്കെ എടുക്കുകയാണെങ്കിൽ പേഷ്യൻസിന് കൂടുതൽ മുഷിച്ചിലും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ ഇങ്ങനെയുള്ളൊരു ചിലപ്പോ എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് ഉണ്ടാവും, ആർട്ടിക്കിൾസ് ഉണ്ടാവും, അതൊക്കെ വാങ്ങിച്ചിരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കില്ല. അതുപോലെ തന്നെ ന്യൂസ് വെക്കാറുണ്ട് അല്ലെ ഹോസ്പിറ്റലുകളിലൊക്കെ. അപ്പൊ അങ്ങനെ ടെലിവിഷൻ ഒക്കെ ആണെങ്കിൽ നമുക്കത് കണ്ടിരുന്ന് അപ്പോ അങ്ങനെ അത്രയധികം അല്ലെങ്കിൽ നമുക്കൊരു അൺകംഫർട്ടബിൾ ഒന്നും ആവില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു ഫെസിലിറ്റീസും കാര്യങ്ങളും ഹോസ്പിറ്റലുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. കംഫർട്ടബിൾ സീറ്റ്സ്, ടെലിവിഷൻ സീറ്റ്സ്, അതുപോലെ തന്നെ മ്യൂസിക്സ്, എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ്, വീഡിയോ ഫിലിംസ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഇന്റർപേഴ്സണൽ റിലേഷൻസ് ആൻഡ് ഇമ്മ്യൂണിറ്റി. അയച്ചു കഴിഞ്ഞോ? ഓക്കെ.
നെക്സ്റ്റ് നോക്കാം പെർസ്പെക്റ്റീവ് ഓഫ് ക്വാളിറ്റി. പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാല് എന്താണ്? കാഴ്ചപ്പാടുകൾ കേട്ടോ, കാഴ്ചപ്പാടുകൾ. അപ്പൊ ക്വാളിറ്റിയുടെ അല്ലെ ഗുണനിലവാരത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ നോക്കാം. The health staff, health manager, clients and the communities are all stakeholders in service delivery. എന്താണ് ഈ ഹെൽത്ത് കെയർ ഹെൽത്ത് മാനേജേഴ്സ് ആയാലും ഹെൽത്ത് സ്റ്റാഫുകളായാലും ക്ലയൻസുകളായാലും കമ്മ്യൂണിറ്റീസ് അല്ലെ, ഇവരൊക്കെ എന്താണ് ഈ സർവീസ് ഡെലിവറി ചെയ്യുന്നതിന്റെ പങ്കാളികളാണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ പങ്കാളികളാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. സർവീസ് ഡെലിവറി ചെയ്യുന്നതിന്റെ പങ്കാളികളാണ് ആരൊക്കെ? ഈ ഹെൽത്ത് സ്റ്റാഫും ഹെൽത്ത് മാനേജേഴ്സും ക്ലയൻസും കമ്മ്യൂണിറ്റീസും ഒക്കെ. Each of these group by hope for different things from health services. ഇനി പലർക്കും പല കാഴ്ചപ്പാടുകളാണ്. ഇപ്പൊ എന്റെ കാഴ്ചപ്പാടായിരിക്കില്ല അനുമോൾക്കുള്ളത്, അനുമോളുടെ കാഴ്ചപ്പാടായിരിക്കില്ല അർജുനുള്ളത് അല്ലെ, അതുപോലെ തന്നെ അർജുന്റെ കാഴ്ചപ്പാടായിരിക്കില്ല പ്രസിക്കുള്ളത്. അപ്പൊ അങ്ങനെ പലർക്കും പല കാഴ്ചപ്പാടുകളാണ് ഉള്ളത്. നമ്മളെല്ലാവരും ഡിഫറെന്റ് ഇൻഡിവിജ്വൽ ആണ് അല്ലെ, ഡിഫറെന്റ് ഇന്റലിജൻസ് ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെയും കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും. The patient or client, ഇവരുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് നോക്കിയത്? Research done in different parts of the country reveals that our patients or clients require service that they are delivered on time by a friendly and respectful staff, safe, generate a positive result, and they can afford provide with sufficient information about their condition and treatment, provide them with all the drugs they require, give privacy in their reach, distance, and given in the language they can understand. ഒരുപാട് കൺട്രീസിൽ നമ്മള് റിസർച്ച് ചെയ്തതിന്റെ ഫലമായിട്ട് കുറച്ച് കാര്യങ്ങൾ റിവീൽ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. അവരുടെ കാഴ്ചപ്പാടുകൾ, പേഷ്യൻസിന്റെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ്? ഫ്രണ്ട്ലി ആൻഡ് റെസ്പെക്ട്ഫുൾ സ്റ്റാഫ് ആയിരിക്കണം അല്ലെ, നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആയിരിക്കുക, കൃത്യസമയത്ത് സർവീസ് ഡെലിവറി ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റാഫുകൾ, റെസ്പെക്ട്ഫുൾ ആയിരിക്കുക, അതുപോലെ തന്നെ സുരക്ഷിതമായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് റിസൾട്ട് അല്ലെ, ചെയ്യുന്ന ട്രീറ്റ്മെന്റിന് ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടണം. അതുപോലെ തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ന്യായമായിട്ടുള്ള രീതിയിലായിരിക്കണം അതിന്റെ കോസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ സഫീഷ്യന്റ് ഇൻഫർമേഷൻ അബൌട്ട് ദി കണ്ടീഷൻ അല്ലെ, നമ്മുടെ കണ്ടീഷൻ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതിയായ രീതിയിലുള്ള ഇൻഫർമേഷൻസും കമ്മ്യൂണിക്കേഷനും നൽകാനുള്ള രീതിയിലായിരിക്കണം അവര് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രൊവൈഡ് them with all drugs. നമ്മളിപ്പോ മെഡിസിന്റെ കാര്യങ്ങളോ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ പേഷ്യൻസ് ചോദിക്കുമ്പോൾ അതിന് ആൻസർ കൊടുക്കുക. ഈ മെഡിസിൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ നമുക്ക് ഉത്തരം പറയാനായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവർ തമ്മിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ അവർ പ്രൈവസി പ്രൊവൈഡ് ചെയ്യാം. പിന്നെ എന്താണ് അവരുടേതായിട്ടുള്ള ചില എല്ലാ പേഷ്യൻസിന്റെയും ലാംഗ്വേജ് അല്ലെ, ചിലപ്പോ ലാംഗ്വേജുകൾ മനസ്സിലാവാത്തവരുണ്ടാകും. അപ്പൊ അവരുടേതായിട്ടുള്ള ലാംഗ്വേജിൽ അത് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള മാനറിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തയ്യാറാണ്. ഇത്തരം കാര്യങ്ങളാണ് പേഷ്യൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതാണോ പേഷ്യൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞത് നമ്മള്? Next ആണ് health staff. The health provider. ഹെൽത്ത് സ്റ്റാഫിന്റെ അവിടെ തന്നെ ഒരു ആരോ മാർക്ക് ഉണ്ടോ? ആരോ മാർക്ക് അല്ല, ഒരു സ്ലാഷ് പോലെ ഇടണം. ഇട്ടിട്ടുണ്ടോ? ഹെൽത്ത് സ്റ്റാഫ് എന്ന് പറഞ്ഞാല് ഹെൽത്ത് പ്രൊവൈഡർ എന്ന് കൊടുത്തിട്ടില്ല അല്ലെ, മാറ്റിയിട്ടുണ്ടോ? അവിടെ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് അത് ഹെൽത്ത് സ്റ്റാഫ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്? ആണ്. ഓക്കെ ഓക്കെ, അത് തന്നെ മതി കേട്ടോ. എനിക്ക് എന്റെ PDF ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡറും
Okay. The health provider can provide a quality care if he or she has sufficient knowledge and skills. എന്താണ് അവിടുത്തെ സ്റ്റാഫുകൾക്ക് അല്ലെ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള മതിയായ രീതിയിലുള്ള നോളജ് സ്കിൽ ഉണ്ടാവണം. Adequate resources, staff, drugs, supplies, equipments, and transport, safe and clean workplace, opportunity to frequently improve himself or herself, is well paid and rewarded for good work. അപ്പൊ എന്താ പറയുന്നത് സഫിഷ്യന്റ് നോളജും സ്കില്ലും അവർക്ക് ഉണ്ടാകണം. അതുപോലെ തന്നെ അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള റിസോഴ്സസുകൾ വേണം അല്ലെ. സ്റ്റാഫുകൾ അവിടെ അവൈലബിൾ ആയിരിക്കാം. ഇപ്പോ എന്താ ഫാർമസിയിൽ അല്ലെങ്കിൽ എന്താ ഈ കളക്ഷൻ സോണിലൊക്കെ ഒരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ ആ സ്റ്റാഫിന്. അപ്പൊ മതിയായ രീതിയിലുള്ള സ്റ്റാഫുകളെ പ്രൊവൈഡ് ചെയ്യാം. ഡ്രഗ്സുകള്, സപ്ലൈസ്, അവിടെ എക്യുപ്മെന്റ്സ്, ട്രാൻസ്പോർട്ടേഷൻ വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റാഫുകൾക്ക് നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് അവർ വർക്ക് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള എല്ലാ റിസോഴ്സസുകളും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സേഫ് ആൻഡ് ക്ലീൻ വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ എന്താ അവർക്ക് നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി, അവരുടെ സ്കില്ല് നോളജ് വർദ്ധിപ്പിക്കാൻ വേണ്ടതായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാം, ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ നല്ല രീതിയിൽ ബെറ്റർ പെർഫോമൻസ് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്ത് കൊടുക്കണമെന്നാ പറയുന്നത്? റിവാർഡ് അല്ലെ. റിവാർഡ് ഫോർ ഗുഡ് വർക്ക്. നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളും ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് പാരിതോഷികങ്ങൾ കൊടുക്കുക. അപ്പൊ എന്താണ് അവർ കൂടുതൽ അതിൽ മോട്ടിവേറ്റഡ് ആവും, കോൺഫിഡൻസ് ആവും, ഒരു ഫീൽ കംഫർട്ടബിൾ ആവും, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലെ. നല്ല രീതിയിൽ പിന്നെയും അവരുടെ കാര്യങ്ങളൊക്കെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ആയാലും വർക്കും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ഈ റിവാർഡ് അവരെ ഒരു എന്താ ഒരു ഫാക്ടർ ആണെന്ന് പറയാൻ പറ്റും. പദ്ധതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? വായിച്ചോക്കേ. കാര്യങ്ങളും വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ ആണോ? ഇത്രയും വരെ നിൽക്കുന്നുള്ളൂ. ബാക്കി നെക്സ്റ്റ് ക്ലാസ് കേട്ടോ. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, താങ്ക് യു.